സുഹൃത്തുക്കളെ വെൽക്കം മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കരീം ബളാല. നമുക്ക് നല്ല അടിപൊളി ചക്ക ഇട്ടിട്ട് പഴുത്തേക്കാം. അത് കണ്ടില്ലേ? അപ്പോൾ ഇത് മുറിക്കുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം എങ്ങനെയാണ്. അങ്ങനെ ചക്ക മുറിച്ച് നല്ല അടിപൊളി ചക്ക, നല്ല മഞ്ഞ ഉണ്ട്, നല്ല മഞ്ഞ ചുളയാണ്. ഇതെന്ന് വെച്ചാൽ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നാച്ചുറലായ ചക്കയാണ്. നല്ല സൂപ്പർ ഉണ്ട്, നല്ല മധുരമുണ്ട്. വരിക്കച്ചക്കയാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയില്ല പണിയെടുക്കാനുണ്ട്. അങ്ങനെ ചക്ക നോക്കിയ എങ്ങനത്തെ സംഭവം നോക്കിയാൽ കണ്ടില്ലേ? ഇതൊന്നും പൈസ കൊടുത്താൽ കിട്ടാത്ത സാധനമാണ് ഇതെല്ലാം. ഗൾഫിലെല്ലാം ഈ 2-3 ചുളക്ക് എത്രയോ പൈസ ഉണ്ട്. 10 ദിറംസ് അങ്ങനെ 15 ദിറംസ് അങ്ങനെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചക്കെല്ലാം മുറിച്ച് കഴിഞ്ഞ് പാത്രത്തിലെല്ലാം ആക്കിയിട്ടുണ്ട്. അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞ ഇല്ലതാണ്. ഇപ്പം ചക്ക കഴിക്കുന്നുണ്ട്. ചക്ക കഴിച്ചില്ലേ? ചക്കൻ്റെ അഭിപ്രായം എന്ത്? ഈ ചൂടിന് എന്തെന്ന ചക്കൻ്റെ ഗുണം? ചക്ക എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള ചക്കയാണ്. ചക്കനെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ചൂടായാലും തണുപ്പായാലും ചക്ക എന്നും ഒരു ഔഷധ ഗുണമുള്ള ഒരു പഴവർഗ്ഗം. കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കെമിക്കലോ ഒരു വേണ്ടാത്ത വിഷാംശങ്ങളോ ഒന്നും ഇല്ലാത്ത പ്യൂറ് കിട്ടുന്നതാണ് ചക്ക. പിന്നെ ഇത് പല അസുഖങ്ങൾക്ക്, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ല വലിയ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് പറയുന്നത്. ഡോക്ടർമാർ പറഞ്ഞു കേട്ടത്. അപ്പോൾ ചക്ക കഴിച്ചതിൻ്റെ സന്തോഷത്തിൽ ഒരു പാട്ടായാലും നമുക്ക് പാടിക്കളയാം. പാടുവോ? പാട്ടൊന്നും അറിയില്ല, പാട്ട് പറയാം. എന്നൊരു പാട്ട് പറയും. സാധാരണ ഇങ്ങനെ മൂളിപ്പാട്ട് പാടും. അറിയുന്നവർ രണ്ടുപേര് പാട്ട്. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടിക്ക വിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് രാജാത്തി? മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി. മണ്ണിൽ മുളച്ചതോ മാനത്തുദിച്ചതോ ഏതാണി രാജാത്തി? അത്രേ അറിയുള്ളൂ. അത് മതി. അത്ര സൂപ്പർ ആയിട്ടുണ്ട് പാട്ട്. അപ്പൊ ഇതേപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ കച്ചവടം കാര്യങ്ങളിലായിട്ട് നാളെ ഇറങ്ങുന്നതാണ്.